കണ്ടോ ആഗ്ര ഫോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ദൂരെ താജ്മഹൽ കാണാൻ പറ്റും. ഇതാണ് എൻട്രൻസ് ആഗ്ര ഫോർട്ടിൻ്റെ. ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ സാധനം ചെയ്തു വെച്ചു എന്നുള്ളതാണ് വണ്ടറിങ്. ഒരു താജ്മഹൽ വന്ന എല്ലാവർക്കും ഒറ്റ പോസേ ഉള്ളൂ, ഇതേ ഈ പോസ്. നമ്മൾ ആഗ്രയിലെത്തി. ആഗ്ര നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇന്ന് ഉച്ച നേരമാണ്. അപ്പോൾ ഫോർട്ട് ഫസ്റ്റ് എടുത്തിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും താജ്മഹൽ കാണാൻ ചില പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മെട്രോ ആണിത്. സോ മെട്രോ കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ആഗ്രയിൽ മെട്രോ തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ വന്നേക്കാം. സോ ഇവിടെയും പേപ്പർ സിസ്റ്റമാണ്. പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറേണ്ടത്. ഹലോ ഇത്രയും ഭംഗിയിൽ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഓറഞ്ച് വണ്ടിയാണേ. ആൻഡ് 3 കമ്പാർട്ട്മെൻറ്റ് ഇതിലുള്ളൂ. ഉള്ളിൽ ആളില്ല. ഉള്ളി നമ്മുടെ ഒരു ഫ്രണ്ടാണേ. ഇതോ ആരുമില്ല. ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ള കാരണം ആള് തീരെ കുറവാണ്. നോ വൺ. ആദ്യമായിട്ട് ഒരു മെട്രോയിൽ ഇങ്ങനെ കയറുന്ന ആളില്ലാതെ. മൊത്തത്തിൽ 5 സ്റ്റോപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ കാരണം ആവും തിരക്ക് തീരെ ഇല്ലാത്ത. മേ ബി ആഗ്ര താജ്മഹലിനൊക്കെ ആൾക്കാർ കയറുന്നുണ്ടാവാം. നമുക്ക് വണ്ടിയിൽ തന്നെ താജ്മഹൽ കാണാൻ പറ്റും. കണ്ടോ ആ കാണുന്നതാണ് താജ്മഹൽ. സോ വണ്ടിയിൽ തന്നെ അത് കാണാൻ പറ്റും. മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 300 മീറ്റർ ഉള്ളിലേക്ക് നടന്നിട്ട് വേണം ഉള്ളിലേക്കെത്താൻ. നമ്മൾ ഫസ്റ്റ് തന്നെ താജ്മഹൽ കാണാൻ വന്നിട്ടുള്ള ആഗ്ര വന്നിട്ട് ഇത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ടാണ്. ഇവിടുന്ന് ജസ്റ്റ് ഉള്ളിൽ കയറണമെങ്കിൽ 40 രൂപ 45 രൂപ ടിക്കറ്റും, മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 245 രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാവുന്നതാണ്. സോ ഞാൻ അതെടുത്തിട്ട് ഉള്ളിൽ കയറുന്നത്. എന്തായാലും ഇത്രയും ദൂരം വന്നിട്ടുള്ളതല്ലേ. നമ്മളെടുത്ത ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണം. 240 രൂപയെ ഒരു ടിക്കറ്റിന്, ഇൻക്ലൂഡിങ് ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് കൂട്ടിയിട്ട്. ക്യാമറ അലൗഡാണ്. ചെറിയ ചെറിയ ക്യാമറ, എന്ത് ക്യാമറ ആണെങ്കിലും അലൗഡാണ്. പക്ഷേ അതിന് ചെറിയ സ്റ്റാൻഡ് അലൗഡല്ല. ട്രൈപോഡ് എന്ത് വന്നാലും ട്രൈപോഡ് അലൗഡല്ല. എന്ത് പണ്ടാ. കണ്ട മക്കളെ എൻട്രിയുടെ അവിടെ നിന്ന് തന്നെ സാധനം ചെറുതായിട്ട് കാണാൻ തുടങ്ങും. ഇന്നിപ്പോൾ ഒരു ബുധനാഴ്ച ആയിട്ടും ആൾക്കാരുടെ തിരക്കുണ്ടോ? ഒരു കുറവില്ല. അവിടെയും ആൾക്കാർക്കൊരു കുറവില്ല. മൊത്തം തിക്കും തിരക്കുവാ. താജ്മഹൽ വന്ന എല്ലാവർക്കും ഒറ്റ പോസേ ഉള്ളൂ. ഇതേ ഈ പോസ്. എല്ലാവരും ഒറ്റ പോസിലാണ് പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ ഇത് ഇത്ര ദൂരെ നിന്ന് കാണുന്നത് ഭയങ്കര രസാട്ടോ. ഇതൊക്കെയുള്ള ദിവസം വരണമെന്നില്ല, അല്ലാതെ തന്നെയുള്ള തിരക്കുണ്ട്. മൊത്തം ആൾക്കാരാ തിങ്ങി തിരക്കാതെ. അത് കൂടുതലും ഫോറിനേഴ്സാ. നമ്മൾ ഉള്ളിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കൂടി നമുക്ക് അലൗഡ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് നിൽക്കാനേ നമുക്ക് ഇതുള്ളൂ 45 രൂപ ടിക്കറ്റിന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് പോകാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ ടിക്കറ്റുള്ള കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റി. പുറത്തിറങ്ങി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് കണ്ടു തന്നെ അറിയണം. അതായത് 2 പേരുടെയും ശവകുടീരങ്ങൾ അടുത്തടുത്ത് ഉള്ളൊരു ഭംഗിയാണത്. ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ സാധനം ചെയ്തു വെച്ചു എന്നുള്ളതാണ് വണ്ടറിങ്. ഒരു രക്ഷയില്ല. ഇതാണ് താജ്മഹലിൻ്റെ ബാക്കിലുള്ള യമുന നദി. യമുന നദി പോകുന്നത് അത്യാവശ്യം ഈവനിങ് ടൈം ആവാറായിട്ടോ. എനിക്കറിയാം ഇങ്ങനെയൊന്നുമല്ല താജ്മഹൽ കവർ ചെയ്യേണ്ടത്. പക്ഷെ ഇന്നത്തെ ടൈം ലിമിറ്റും നമ്മുടെ കുറച്ച് സിറ്റുവേഷൻ കാരണം ഈ രീതിയിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ഫോട്ടോസ് പോലും ഈവൻ കിട്ടിയിട്ടില്ല. കാരണം അത് ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള പ്രശ്നം അതാണ്. നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുത്തു തരാനുള്ള ആളും ഇല്ലെങ്കിലുള്ള പ്രശ്നം ഇതാണ്. നല്ല ഫോട്ടോസും അധികം ഷോട്ട് കിട്ടില്ല. കാരണം തിരക്കെന്ന് വെച്ചാൽ അങ്ങനെ തിരക്കുണ്ടാവേ. നമ്മൾ ആഗ്ര ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ പേര് ഡോക്ടർ അംബേദ്കർ ചൗക്ക് എന്നാണ്. ഇവിടുന്ന് ഇറങ്ങിയതും നമുക്ക് ആഗ്ര ഫോർട്ട് കാണാൻ പറ്റും. നല്ല രസത്തിൽ അത്രയും വലുപ്പത്തിൽ തന്നെ ഇവിടുന്ന് കാണാൻ പറ്റും. ആഗ്ര ഫോർട്ട് നല്ല പേര്, ഡോക്ടർ അംബേദ്കർ ചൗക്ക് മെട്രോ സ്റ്റേഷൻ എന്നാണ്. ഇതാണ് എൻട്രൻസ് ആഗ്ര ഫോർട്ടിൻ്റെ.
നല്ല ചുവന്ന കല്ലുകൾ വെച്ചുണ്ടാക്കിയിട്ടുള്ളത്. മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണി കഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട. ആഗ്രയിലെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന ഈ കോട്ട 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ലോക മഹാത്ഭുതമായ താജ്മഹലിന് 2 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു ഇത്. ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് സാമ്രാജ്യം ഭരിച്ചത്. സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഖജനാവും ഇവിടെയായിരുന്നു. രാജസ്ഥാനിലെ ബാറൌലിയിൽ നിന്നും എത്തിച്ച ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ് അക്ബർ കോട്ട പുതുക്കി പണിതത്. കോട്ട മതിലുകളുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറംഭാഗം മണൽക്കല്ലുകൾ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അക്ബറുടെ പുത്രനായ ഷാജഹാന്റെ ഭരണകാലത്താണ് കോട്ടയ്ക്ക് ഇന്നത്തെ രൂപം കൈവരുന്നത്. തന്റെ മുത്തച്ഛനിൽ നിന്നും വ്യത്യസ്തമായ ഷാജഹാൻ ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം വൈറ്റ് മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചത്. ആഗ്ര കോട്ടയിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് അങ്കൂരിബാഗ് എന്ന മുന്തിരിത്തോട്ടം. 1637 ഷാജഹാനാണ് ഖാസ് മഹലിനൊപ്പം ഈ തോട്ടവും പണി കഴിപ്പിച്ചത്. കോട്ടയിലെ പൊതുസഭയാണ് ദിവാൻ ഇ ആം എന്ന മന്ദിരം. 1631 മുതൽ 40 കാലയളവിൽ ഷാജഹാനാണ് ഈ മന്ദിരം പണി തീർത്തത്. ഇതും ചെയ്തിരിക്കുന്നത് വൈറ്റ് മാർബിൾ കൊണ്ടാണ്. കണ്ടോ, ആഗ്ര ഫോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ദൂരെ താജ്മഹൽ കാണാൻ പറ്റും. കാരണം രണ്ടും ഒരേ ഒരു റിവറിന്റെ ബാങ്കിലാണുള്ളത്.